السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ? എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആരെക്കുറിച്ചായിരുന്നു? ഓനിമുൽ മിഫ്താഹിനെ കുറിച്ചായിരുന്നു അല്ലേ? ആരാണ് ഓനിമുൽ മിഫ്താഹ് എന്നൊക്കെ ടീച്ചർ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവരെ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഒന്ന് പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. ശേഷം വന്നിട്ടുള്ള ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കാനയും കാനയുടെ അഖവാത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആരായിരുന്നു കാനയുടെ അഖവാത്തുകൾ? ഓർക്കുന്നുണ്ടോ? ആരൊക്കെയായിരുന്നു? കാന, സോറ, ലൈസ, അസ്ബഹ, ലൊല്ല, അദ്ഹ, അംസ, ബാറ്റ. ഇത്രയായിരുന്നു കാനയുടെ അഖവാത്തുകൾ. അതുപോലെ തന്നെ കാനയുടെ പ്രവർത്തനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാനയും കാനയുടെ അഖവാത്തുകളും ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് തൊട്ട് ശേഷം വരുന്ന പദത്തിന് റഫ്ഉം അഥവാ ലൊമ്മും ശേഷം വരുന്ന പദത്തിന് നെസ്ബുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു, അഥവാ ഫതഹ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അല്യവും നദ്റസു ദർസൻ ജദീദൻ വഹാദിഹി ഹിയൽ ഖസീദ. വദാ ഖസീദ വമാന ഖസീദ, കവിത അല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒരു കവിതയാണ് അല്ലേ? മാ ഉൻവാനു ഹാദിഹിൽ ഖസീദ, എന്താണ് ഈ കവിതയുടെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ് എന്താണ്? മസ്മു ഹാദിഹിൽ ഖസീദ നഹ്നു അത്ഫാലുൻ സിഗാറുൻ. വദാ നഹ്നു അത്ഫാലുൻ സിഗാറുൻ. വമാന നഹ്നു, നഹ്നു ഞങ്ങൾ അല്ലെ? ഞങ്ങൾ ആരാണ്? അത്തുഫാലുൻ. തിഫ്ലിൻ ജം ആണ് അത്തുഫാലുൻ, കുട്ടികൾ എന്നാണ് അർത്ഥം. നഹ്നു അത്തുഫാലുൻ, ഞങ്ങൾ കുട്ടികളാകുന്നു. എങ്ങനെയുള്ള കുട്ടികളാണ്? സിഗാറുൻ, ചെറിയ കുട്ടികളാണ് അല്ലേ? ഞങ്ങൾ ചെറിയ കുട്ടികളാകുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, ടീച്ചർ ഈ പാട്ടൊന്ന് ആദ്യം പാടിത്തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് കൂടെ പാടി നോക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. نحن أطفال صغار في نشاط كالكبار شغلنا طول النهار بسرور واجتهاد في سرور واجتهاد نعتني وقت الدروس بالنظام وجلوس ونقوي في النفوس كل خير ورشاد كل خير ورشاد نطلب العلم المنير وله فضل كثير فله فضل كبير وبه ترقى البلاد وبه ترقى البلاد إننا نبغي الفلاح في غدو ورواح نسأل الله النجاح إنه هادي العبادة إنه هادي العبادة نحن أطفال صغار في نشاط كالكبار شغلنا طول النهار بسرور واجتهاد في سرور واجتهاد. ടീച്ചർ പാടിത്തന്നത് എല്ലാവരും കേട്ടല്ലോ. അപ്പം നിങ്ങളും ഇതുപോലെ വ്യത്യസ്ത ഈണങ്ങളിൽ ഈ പാട്ട് പാടി പഠിക്കണേ. ഈ പാട്ടിൻ്റെ ഒരു വീഡിയോ ടീച്ചറുടെ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ടീച്ചർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ കേട്ടോ. നോക്കൂ, നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കാം. എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന് നോക്കാം അല്ലേ? നെഹ്നു അത്തുഫാലുൻ സിഗാറുൻ, എന്താണ്? നമ്മളതിൻ്റെ ആ ഒരു കവിതയുടെ പേരിന് അതായിരുന്നു. എന്തായിരുന്നു? നെഹ്നു അത്തുഫാലുൻ സിഗാറുൻ, ഞങ്ങൾ ആരാണ്? ചെറിയ കുട്ടികളാണ്. നെഹ്നു ഞങ്ങൾ, അത്തുഫാലുൻ കുട്ടികളാകുന്നു. നേരത്തെ ടീച്ചർ പറഞ്ഞതാണ്.
തിഫുലൻ എന്നതിൻ്റെ ജംആണ് അത്തുഫാലുൻ, കുട്ടികൾ എന്നാണ് അർത്ഥം. സ്വിആറുൻ എന്ന് പറഞ്ഞാലോ ചെറിയതല്ലേ, സ്വൈറ് സ്വിആറ് ചെറിയ കുട്ടികളാകുന്നു, ഞങ്ങൾ ചെറിയ കുട്ടികളാകുന്നു. ഫി നഷാത്തിൻ കെൽ കിബാരി, ചെറിയ കുട്ടികളാണ് എങ്കിലും ഫി നഷാത്തിൻ, നഷാത്ത് ആക്ടിവിറ്റി പ്രവർത്തനം എന്നാണ് കേട്ടോ. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എന്താണ്, കെൽ കിബാരി വലിയവരെ പോലെയാണ്. ക എന്ന് പറഞ്ഞാൽ പോലെ എന്നർത്ഥം. കിബാർ സിആർ എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്, കിബാർ എന്ന് പറയുന്നത്. സിആർ എന്തായിരുന്നു അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചെറുത് എന്നായിരുന്നു അല്ലേ. ഇപ്പോൾ കിബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വലിയത്. അപ്പോൾ എന്താണ്, പ്രവർത്തനത്തിൽ ഞങ്ങൾ ആരെപ്പോലെയാണ്, വലിയ ആളുകളെ പോലെയാണ് എന്നാണ്. ഷുഅലുന തൂലൻ നഹാരി, അതാണ് അടുത്ത വരി അല്ലേ. ഷുഅലുന, ഷുഅല് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷുഅല് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലിയാണ് അല്ലേ. പ്രവർത്തനം, ജോലി, പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഷുഅല് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഷുഅലുന തൂലൻ നഹാർ, നഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്, പകലാണ്, പകൽ അല്ലെ. തൂലൻ നഹാർ എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ. പകൽ മുഴുവൻ ഞങ്ങൾ എന്താണ്, വ്യാപൃതരാണ്, തിരക്കിലാണ്. ബി സുറൂരിൻ വജ്തിഹാദി, മമാന സുറൂർ, സുറൂർ സന്തോഷം, ഇജ്തിഹാദ് പരിശ്രമം എന്നാണ്. അപ്പം എന്താണ്, പരിശ്രമത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് പകൽ മുഴുവൻ ഞങ്ങൾ എന്താണ്, ജോലിയിലല്ലേ, പകൽ മുഴുവൻ ഞങ്ങൾ തിരക്കിലാണ്, വ്യാപൃതരാണ് എന്നാണ് പറയുന്നത്. ഫി സുറൂരിൻ വജ്തിഹാദി, സന്തോഷത്തിലും പരിശ്രമത്തിലും എന്നാണ്. അടുത്ത വരി നോക്കൂ. നഅതനി വഖത ദുറൂസി, നഅതനി, ഇഅതന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്. നഅതനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. നഅതനി, ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. വഖത ദുറൂസി, വഖത ദുറൂസ് എന്ന് പറഞ്ഞാൽ എന്താ, പഠനത്തിൻ്റെ സമയം അല്ലേ. പഠനത്തിൻ്റെ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. ബിനിലാമിൻ വജുലൂസി, നിലാം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ, ഒരു പ്ലാനിങ് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചിട്ടയോട് കൂടിയിട്ട്, ഒരു വ്യവസ്ഥയോട് കൂടിയിട്ടും, വജുലൂസിൻ ഇരുത്തത്തോട് കൂടിയിട്ടും അല്ലേ, ക്ലാസ്സിലേക്ക് അടങ്ങിയിരുന്നു കൊണ്ട് നല്ല ചിട്ടയായ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങളുടെ പഠനത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കുന്നു എന്നാണ്. ജുലൂസ്, ജലസ, ഇരുന്നു, അതാണ് ജുലൂസ്, ഇരുത്തം കേട്ടോ. വനുഖവ്വി ഫിൻ നുഫൂസി കുല്ല ഖൈരിൻ വറഷാദി, വനുഖവ്വി, നുഖവി എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ഫിൻ നുഫൂസി, ഞങ്ങളുടെ മനസ്സുകളിൽ. നഫ്സ് എന്നതിൻ്റെ ജംആണ് നുഫൂസ് എന്ന് പറയുന്നത് കേട്ടോ, മനസ്സുകൾ എന്നാണ് അർത്ഥം. കുല്ല ഖൈരിൻ, എല്ലാ നന്മകളെയും, വറഷാദിൻ, അതുപോലെ തന്നെ നേർമാർഗത്തെയും സന്മാർഗത്തെയും ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ മനസ്സുകളിൽ ശക്തിപ്പെടുത്തുന്നു എന്നാണ്. അടുത്ത വരി നോക്കൂ. നത്തുലുബുൽ ഇൽമൽ മുനീറ, നത്തുലുബു, മാതാ നത്തുലുബു, ഞങ്ങൾ അന്വേഷിക്കുന്നു, ഞങ്ങൾ ആവശ്യപ്പെടുന്നു അല്ലെ, ഞങ്ങൾ തേടുന്നു എന്നൊക്കെ പറയാം കേട്ടോ. എന്താണ് അൽ ഇൽമൽ മുനീറ, പ്രകാശിക്കുന്ന വിജ്ഞാനത്തെ അല്ലേ, പ്രകാശമാകുന്ന അല്ലെങ്കിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തെ ഞങ്ങൾ അന്വേഷിക്കുന്നു. വലഹു, ആ വിജ്ഞാനത്തിനുണ്ട്, ഫളിലുൻ കസീറുൻ, ഫളില് ശ്രേഷ്ഠത എന്നാണ്, കസീറുൻ ധാരാളം, വിജ്ഞാനത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. യത്ലുബുൽ ഇൽമൽ മുനീറ, പ്രകാശിക്കുന്ന ഒരു വിജ്ഞാനത്തെ ഞങ്ങൾ അന്വേഷിക്കുന്നു. വലഹു ഫളുൻ കസീറുൻ, അതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് എന്നാണ്. ഫലഹു ഫളുൻ കബീറുൻ, അതോടൊപ്പം തന്നെ ഫലഹു, ആ വിജ്ഞാനത്തിനുണ്ട്, അറിവിനുണ്ട്, ഫളുൻ കബീറുൻ, വലിയ ശ്രേഷ്ഠതയുണ്ട്. വബിഹി, ആ വിജ്ഞാനത്തിലൂടെ, അറിവിലൂടെ, തറക്ക, തറക്ക എന്ന് പറഞ്ഞാൽ ഉന്നതിയിലെത്തുക, ഉയർച്ചയിലെത്തുക എന്നൊക്കെയാണ്. അൽ ബിലാദു, ബലദിൻ്റെ ജംആണ് ബിലാദ് എന്ന് പറയുന്നത്, നാടുകൾ എന്നാണ് അർത്ഥം. നാടുകളൊക്കെ തന്നെ എന്താണ്, അറിവിലൂടെ ഉയർച്ചയിലെത്തുന്നു, ഉന്നതിയിലെത്തുന്നു എന്നാണ്. അടുത്ത വരിയിൽ എന്താണ് പറയുന്നത് നോക്കൂ. ഇന്നന നബഇൽ ഫലാഹ, ഇന്നന തീർച്ചയായും ഞങ്ങൾ, നബഇ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മാതാ എന്താണ് ആഗ്രഹിക്കുന്നത്, അൽ ഫലാഹ വിജയത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇന്നന നബഇൽ ഫലാഹ തീർച്ചയായും ഞങ്ങൾ വിജയത്തെ ആഗ്രഹിക്കുന്നു. ഫി ഒദുവിൻ രാവിലെയും, വറവാഹിൻ വൈകുന്നേരവും. ഫി ഒദുവിൻ രാവിലെയും, വറവാഹിൻ വൈകുന്നേരവും ഞങ്ങൾ എന്താണ്, വിജയത്തെ ആഗ്രഹിക്കുന്നു എന്നാണ്.
നസ്അലുല്ലാഹ, നസ്അലുല്ലാഹ ഞങ്ങൾ ചോദിക്കുന്നു, നസ്അലു ഞങ്ങൾ ചോദിക്കുന്നു എന്നാണ്. അല്ലാഹ ആരോടാണ്? അല്ലാഹുവിനോട് ഞങ്ങൾ ചോദിക്കുന്നു. അന്നജാഹ വിജയത്തെ ഞങ്ങൾ ചോദിക്കുന്നു എന്നാണ്. നേരത്തെ നമ്മൾ ഫലാഹ് എന്ന് പറഞ്ഞില്ലേ? ഫലാഹ് എന്ന് പറഞ്ഞാലും നജാഹ് എന്ന് പറഞ്ഞാലും വിജയം എന്നാണ് അർത്ഥം. ഞങ്ങൾ അല്ലാഹുവിനോട് വിജയത്തെ ചോദിക്കുന്നു. ഇന്നഹു ഹാദിൽ ഇബാദ തീർച്ചയായും അവൻ, തീർച്ചയായും അല്ലാഹു ആരാണ്? ഹാദി സന്മാർഗത്തിലാക്കുന്നവനാകുന്നു. ഹാദി സന്മാർഗത്തിലാക്കുന്നവനാകുന്നു. അൽ ഇബാദ അടിമകളെ. അബ്ദുൻ ജംആണ് ഇബാദ്, അടിമകൾ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ആ വരിയിൽ പറയുന്നത്? ആളുകളെ അല്ലേ, അള്ളാഹുവിൻ്റെ അടിമകളെ സന്മാർഗത്തിലാക്കുന്നവനാണ് ആര്? അള്ളാഹു അല്ലേ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഞങ്ങൾ വിജയത്തെ ചോദിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്? ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള കവിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കവിയാണ് ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടൊരു കവിതയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റീസുകൾ, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഹുനാക്ക തർജുമത്തുൽ ഷാഇർ, അവിടെ കവിയുടെ അല്ലെ, നമ്മൾ പഠിച്ച ആ കവിത എഴുതിയ കവി ആരായിരുന്നു? ഹാഫിദ് ഇബ്രാഹിം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തർജുമ, അദ്ദേഹത്തിനൊരു ബയോഗ്രഫി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നഖറഉ വനഫ്ഹമു, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം എന്നാണ്. ഹാഫിൽ ഇബ്രാഹിം ആരാണ്? ഹാഫിൽ ഇബ്രാഹിം ഷാഇറുൻ മിസ്രിയുൻ ولد في مصر عام 1872 ميلادية ولقب بشاعر النيل. بدأ حافظ إبراهيم حياته الشعرية في سن مبكرة. توفي في القاهرة عام 1932 ميلادية ويعد من أهم شعراء العصر الحديث في مصر. ഹാഫിൽ ഇബ്രാഹിം ആരാണ്? ഷാഇറുൻ മിസ്രിയുൻ. ഷാഇറുൻ മിസ്രിയുൻ മമാന ഷാഇർ, ഷാഇർ കവി എന്നാണ് അല്ലേ. മിസ്രിയെ, മിസ്ർ ഈജിപ്ത്. അപ്പോൾ മിസ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈജിപ്ഷ്യൻ അല്ലെ, ഈജിപ്തുകാരനായ ഒരു കവിയാണ് ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്നത്. വുലിദ അദ്ദേഹം ജനിച്ചത്, വുലിദ അദ്ദേഹം ജനിച്ചത് ഫി മിസ്ര, അതിന് ഫി മിസ്ര എവിടെയാണ്? മിസ്റിലാണ് അദ്ദേഹം ജനിച്ചത്. മറ്റാ എപ്പോഴാണ്? 1872. എങ്ങനെ അറബിയിൽ പറയാം? 1872 മീലാദിയ അല്ലേ. ക്രിസ്താബ്ദം 1872 അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? മിസ്റിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലേ. വലുക്കിബ, ലുക്കിബ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടു, ലഖബ് നൽകപ്പെട്ടു. എന്താണ്? ബിഷാഇറുൻ നീൽ, ഏത് പേരിലാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടത്? ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി. ടീച്ചർ നേരത്തെ പറഞ്ഞെന്നല്ലോ, നൈൽ നദിയുടെ കവി, അതാണ് ഷാഇറുൻ നീൽ എന്ന് പറയുന്നത് കേട്ടോ. നീൽ എന്ന് പറഞ്ഞാൽ നൈൽ നദി എന്നാണ്. നൈൽ നദിയുടെ കവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലേ. ബദഅ ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിം ബദഅ ആരംഭിച്ചു, അദ്ദേഹം ആരംഭിച്ചു. ഹയാത്തുഹു അശ്ശഅരിയ, അദ്ദേഹത്തിൻ്റെ കവിതാപരമായിട്ടുള്ള ജീവിതം. ഹയാത്തുഹു അദ്ദേഹത്തിൻ്റെ ജീവിതം, അശ്ശഅരിയ കവിതാപരമായിട്ടുള്ള, അഥവാ കവിത എഴുതുവാൻ അദ്ദേഹം തുടങ്ങിയത് എപ്പോഴാണ്? ഫീ സിന്നിൻ മുബക്കിറ, അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള വയസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വളരെ ചുരുങ്ങിയ പ്രായത്തിലല്ലേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം എന്താണ്? കവിത എഴുതുവാൻ തുടങ്ങി എന്നാണ് കേട്ടോ. തൂഫിയ ഫിൽ ഖാഹിറ, അദ്ദേഹം തൂഫിയ മരണപ്പെട്ടു. തൂഫിയ അദ്ദേഹം മരണപ്പെടുന്നത് ഫിൽ ഖാഹിറ, ഖാഹിറ കെയ്റോയാണ്, ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കെയ്റോ അല്ലേ. അദ്ദേഹം കെയ്റോയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. 1932 മീലാദിയ, 1932 അദ്ദേഹം മരണപ്പെടുന്നത്. ജനിച്ചത് എപ്പോഴായിരുന്നു? 1872 അല്ലേ. മരിക്കുന്നത് 1932 കേട്ടോ.
വയു അദ്ദു അദ്ദേഹത്തെ എണ്ണപ്പെടുന്നുണ്ട്, വയു അദ്ദു അദ്ദേഹത്തെ എണ്ണപ്പെടുന്നുണ്ട്. മിൻ അഹമ്മി ഷുഅറാഇൽ അസ്റിൽ ഹദീസ് ഫി മിസ്ര, മിൻ അഹമ്മി ഷുഅറായിൻ ഏറ്റവും പ്രധാനപ്പെട്ട കവികളുടെ കൂട്ടത്തിൽ. എങ്ങനെയുള്ള അൽ അസ്റിൽ ഹദീസ് മോഡേൺ കാലഘട്ടത്തിൽ അല്ലേ, ഈ പുതിയ ആധുനിക യുഗത്തിലെ കവികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഫി മിസ്ര എവിടെയുള്ള മിസ്റിലെ. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞത്? ഈജിപ്തിൽ ജീവിച്ച ആധുനികരായിട്ടുള്ള ഒരുപാട് കവികളുണ്ട് അല്ലേ. അപ്പോൾ ആ കവികളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടൊരു വ്യക്തിയായിട്ട് എണ്ണപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്നത് എന്നാണ്. മനസ്സിലായല്ലോ അത്? ഇൻഷാ അല്ലാ ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റീസുകളിലേക്ക് കടക്കാം. എന്താണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത്? നുൻഷിദുൽ മല്ലൂമ ബി അൽഹാനിൻ മുഖ്തലിഫ. നുൻഷിദുൽ മല്ലൂമ അവിടെ കൊടുത്തിട്ടുള്ള ഒരു കവിതയുണ്ടല്ലോ, ആ ഒരു പാട്ട്. നുൻഷിദു നമുക്ക് പാടി നോക്കാം. ബി അൽഹാനിൻ മുഖ്തലിഫ വ്യത്യസ്ത ഈണങ്ങളിൽ. ലഹനി എന്നതിൻ്റെ ജം ആണ് അൽഹാൻ, ഈണങ്ങൾ, രീതികൾ എന്നാണ് അല്ലേ. മുഖ്തലിഫത്തുൻ വ്യത്യസ്തമായിട്ടുള്ള പല രീതികളിൽ നമുക്ക് ആ പാട്ട് പാടി നോക്കാമെന്നാണ്. ടീച്ചർ പാടി തന്നതല്ലാത്ത രീതികളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പാട്ടൊന്ന് പാടി നോക്കുക കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നുലാഹിനുൽ മല്ലൂമ വനതഅറഫു. നുലാഹിനുൽ മല്ലൂമ നമുക്ക് ആ ഒരു പാട്ട്, ആ ഒരു കവിത വീക്ഷിക്കാം. വനതഅറഫു എന്നിട്ട് നമുക്ക് പരിചയപ്പെടാമെന്നാണ്. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? അവിടെ 2 ബോക്സിലായിട്ട് ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? ഒന്നാമത് നോക്കൂ, നെഹ്നു എന്നാണ്. നെഹ്നു ഞങ്ങൾ എന്നാണ് അർത്ഥം അല്ലേ, ഞങ്ങൾ. അപ്പോൾ ഒരു ഫിയാലിൻ്റെ കൂടെ നെഹ്നു ചേർന്ന് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഫിയാൽ നമ്മൾ പറയേണ്ടത് എന്നാണ്. നമ്മുടെ കവിതയിൽ വന്നിട്ടുള്ള ചില പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നോക്കൂ, നെഹ്നു യഅ്തനി എന്നാണ് അല്ലേ. യഅ്തന എന്നതിൻ്റെ കൂടെ നെഹ്നു ചേർന്ന് വന്നപ്പോൾ എന്തായിട്ട് മാറി? നഅ്തനി. യഅ്തന, യഅ്തനി എന്നാണ് അതിൻ്റെ മുലാരി വരിക. അതിനോട് നെഹ്നു ചേർന്നപ്പോൾ നഅ്തനി എന്നായിട്ട് മാറി. ടീച്ചർ നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. കെത്തബ എന്ന് പറയുന്ന ഫിയാല്, കെത്തബ എഴുതി എന്നാണല്ലോ. അതിൻ്റെ മുലാരിയാണ് എന്ത്? ഇക്തുബു എന്ന് പറയുന്നത്. കെത്തബ ഇക്തുബു എന്നാണ്. അക്തുബു ഞാൻ എഴുതുന്നു, അക്തുബു ഞാൻ എഴുതുന്നു. ഞങ്ങൾ എഴുതുന്നു എന്നെങ്ങനെ പറയാം? നെക്തുബു അല്ലേ, ഞങ്ങൾ എഴുതുന്നു. ഞങ്ങൾ കളിക്കുന്നു എങ്ങനെ പറയാം? നെൽ അബു. ഞങ്ങൾ കുടിക്കുന്നു, നിഷ്റബു ഞങ്ങൾ കുടിക്കുന്നു. നഅ്കുലു ഞങ്ങൾ തിന്നുന്നു. നഖറഉ ഞങ്ങൾ വായിക്കുന്നു അല്ലേ. അഖറഉ ഞാൻ വായിക്കുന്നു, നഖറഉ ഞങ്ങൾ വായിക്കുന്നു. അപ്പോൾ ഒരു ഫിഅൽ മുലാരിയാണ് എങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്താൽ മതി? ഒരു നൂന് വെച്ച് കൊടുത്താൽ മതി അല്ലേ. നെഹ്നു എന്നതിൻ്റെ ആ നൂന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്തായിട്ട് വരും അർത്ഥം? ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറും. അവിടെ കൊടുത്തിട്ടുള്ള ബാക്കി പദങ്ങൾ നോക്കൂ. നതുലുബു, നുഖവ്വി, നബഇ. കണ്ടല്ലോ. അപ്പോൾ ടീച്ചർ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നുലാഹിദു സൂറ വനിക്തുബു കെമാഫിൽ മിസാൽ. നുലാഹിദു സൂറ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നോക്കാം അല്ലെ. നുലാഹിദു സൂറ, സൂറത്ത് എന്നതിന് ജം ആണ് സൂർ എന്ന് പറയുന്നത്, ചിത്രങ്ങൾ എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ വീക്ഷിക്കാം. വനിക്തുബു എന്നിട്ട് നമുക്ക് എഴുതുകയും ചെയ്യാം. കെമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ നമുക്ക് എഴുതുകയും ചെയ്യാമെന്നാണ് അല്ലേ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു കുട്ടി കളിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്? അന അൽ അബു ഞാൻ കളിക്കുന്നു. ആ കുട്ടി എന്താണ് പറയുന്നത്? അന അൽ അബു ഞാൻ കളിക്കുന്നു. അപ്പോൾ ഞാൻ കളിക്കുന്നു എന്ന് പറയാനാണ് അവിടെ അന അൽ അബു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങൾ കളിക്കുന്നു. അടുത്ത ചിത്രത്തിൽ നോക്കൂ, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? നെഹ്നു നെൽ അബു ഞങ്ങൾ കളിക്കുന്നു. നെഹ്നു ഞങ്ങൾ, നെൽ അബു ഞങ്ങൾ കളിക്കുന്നു. അപ്പം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അൽ അബു എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്നാകുന്ന സമയത്തോ നെൽ അബു അല്ലെ, നെൽ അബു എന്നായിട്ടാണ് മാറുന്നത്. ഇതുപോലെ ബാക്കി ചിത്രങ്ങളുടെയും താഴെ നിങ്ങൾ എഴുതാണ് വേണ്ടത്. നമുക്ക് ചിത്രങ്ങൾ നോക്കാം എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന്. നോക്കൂ, അടുത്ത ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു പെൺകുട്ടി കസേരയിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും പറയുന്നത്? അന അജ്ലിസു. ഇരിക്കുക എന്നതിന് എന്താ പറയുക? ജലസ എന്നാണ് അല്ലേ. അജ്ലിസു ഞാനിരിക്കുന്നു. അന അജ്ലിസു. ഞങ്ങൾ ഇരിക്കുന്നു എങ്ങനെ പറയാം? നെഹ്നു നെജ്ലിസു. അന അജ്ലിസു നെഹ്നു നെജ്ലിസു.
അടുത്ത ചിത്രം നോക്കൂ. അവിടെ എന്താണ്? ഒരു കുട്ടി വായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? അന അഖ്റഉ. അന അഖ്റഉ. ഞാൻ വായിക്കുന്നു. ഞങ്ങൾ വായിക്കുന്നു. എങ്ങനെ പറയാം? നെഹ്നു നഖ്റഉ. നെഹ്നു നഖ്റഉ. മനസ്സിലായല്ലോ? ഇനി താഴെയുള്ള ചിത്രം നോക്കൂ. എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? ഒരു പെൺകുട്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും പറയുന്നത്? എഴുതുക എന്നുള്ളതിന് എന്താണ് പറയുക? കെത്തബ എന്നാണ് അല്ലേ? കെത്തബ ഇക്തുബു എന്നാണ് അതിൻ്റെ മുതാരി വരുന്നത്. ഞാൻ എഴുതുന്നു. എങ്ങനെ പറയാം? അന അക്തുബു. അന അക്തുബു. ഞങ്ങൾ എഴുതുന്നു. നെഹ്നു നെക്തുബു. അന അക്തുബു. ഞാൻ എഴുതുന്നു. നെഹ്നു നെക്തുബു. ഞങ്ങൾ എഴുതുന്നു. ഈ രീതിയിലാണ് നിങ്ങൾ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇതോടുകൂടി രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് മുഫ്രദും അതുപോലെ തന്നെ കുറച്ച് ജംഉം കൊടുത്തിട്ടുണ്ട് അല്ലേ? അടുത്ത പേജിലായിട്ട് എന്താണ് മുഫ്രദ്, എന്താണ് ജംഅ്? മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒരു പദത്തിൻ്റെ ഏകവചനം. അതിൻ്റെ ജംഅ് എന്ന് പറഞ്ഞാൽ ബഹുവചനം അല്ലേ? അൽ മുഫ്രദാത്തു വൽ ജുമൂഉ. ഏകവചനങ്ങളും അതുപോലെ തന്നെ ജംഉകളുമാണ്. ചില പദങ്ങളും അതിൻ്റെ ജംഉകളും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അനീസത്തുൻ. അനീസത്ത് എന്നതിൻ്റെ ജംആണ് അനീസാത്തുൻ. അനീസത്തുൻ ജംഅ് അനീസാത്തുൻ. ഹയവാനുൻ. ഹയവാന് മൃഗം എന്നാണ് അർത്ഥം. അതിൻ്റെ ജംഅ് എന്താണ്? ഹയവാനാത്തും. ഒരു മൃഗമാവുന്ന സമയത്ത് നമ്മൾ ഹയവാൻ എന്ന് പറയും. കുറേ മൃഗങ്ങളാവുമ്പോഴോ ഹയവാനാത്തുൻ എന്നാണ് പറയുക അല്ലേ? അതുപോലെ തന്നെ ഹുൽമുൻ എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്, ഡ്രീം അല്ലേ? അഹ്ലാം എന്ന് പറഞ്ഞാലോ സ്വപ്നങ്ങൾ. അഹ്ലാം സ്വപ്നങ്ങൾ. ആയുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് എന്നാണ് അർത്ഥം. ആയുൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അല്ലേ? ഒരു കണ്ണാവുമ്പോൾ നമുക്ക് ആയിന് എന്ന് പറയാം. കുറേ കണ്ണുകൾ അല്ലേ? അപ്പം എന്താണ് പറയേണ്ടത്? ആയുൻ എന്നാണ് പറയേണ്ടത്. മറലുൻ എന്ന് പറഞ്ഞാൽ രോഗം അല്ലേ? അതിൻ്റെ ജംആണ് അമ്രാലുൻ, രോഗങ്ങൾ. ഇനി അതിന് താഴെ നിങ്ങളുടെ ഈ ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുതിയ പദങ്ങളിലെ മോജമുൽ മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പദങ്ങളുടെ ഡിക്ഷണറിയാണ്, വേർഡുകളുടെ ഡിക്ഷണറിയാണ് അല്ലേ? അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ആ മുഫ്രദും ജമും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് ഇതുവരെയുള്ള ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.